സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗം. ഇമാം തുർമുദി തന്റെ മുസ്നദു ശിഹാബിൽ ഉദ്ധരിക്കുന്നത് കാണാം ഒരു ഹദീസ്. എന്തേ? ഞങ്ങളോട് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വഅദ് പറഞ്ഞു. വഅദ് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതാ ഞങ്ങളെ കൊണ്ടുപോകുന്നത് പരലോക ജീവിതത്തിലേക്കാ, മരണവും അനന്തര ജീവിതവും. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളെല്ലാവരും പൊട്ടി കരഞ്ഞുപോയി. എങ്ങനെ കരയാതിരിക്കും? അല്ലാഹുവിന്റെ ഹബീബിന്റെ ശൈലി അതാണ്. യാ മനിൽ മൗതു ഗായതു വയാ മനിൽ ഖബ്റു മൻസിലു വയാ മനിൽ കഫറു സിതുറു വയാ മനിൽ തുറാബു വിസാദു വയാ മനിൽ ദൂദു ജിറാനു വയാ മനിൽ മുൻകറു വന്നകീറു സുവാറു യാ അയ്യുഹൽ മുവദ്ദിഉ ഗദൻ നുർസാ കം മിൻ മുസ്തഖ്ബിലിൻ യൗമൻ ലാ യസ്തക്മിലു വകം മിൻ മുൻതളിരിൻ ഗദൻ ലാ യബ്ലുഹു ഫലൗ നദർതും ഇലൽ അജലി വമസീരി ലാ ബഗൗതുമുൽ അമല വഗുറൂറാ സദഖത യാ റസൂലല്ലാഹ് സദഖത യാ റസൂലല്ലാഹ് സദഖത യാ റസൂലല്ലാഹ്. എത്ര വലിയ സത്യമാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. നമുക്ക് ഹബീബിന് പിന്തുണ പ്രഖ്യാപിക്കാം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കുക. റസൂലുള്ള സദസ്സിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഓരോരുത്തരെ വിളിക്കാൻ. ശരിക്കും ഓരോരുത്തർക്കും തോന്നും എന്നോടാണ് പറയുന്നത്. യാ മനിൽ മൗതു ഗായതു, അല്ലയോ മരണം എല്ലാറ്റിന്റെയും പര്യവസാനം കുറിക്കുന്ന മനുഷ്യ. യാമൻ എടോ അൽ മൗതു ഗായതുഹു, മരണം അവന്റെ എല്ലാറ്റിന്റെയും അവസാനമാണ്. മരണം പര്യവസാനം കുറിക്കുന്ന മനുഷ്യ. യാ മനിൽ മൗതു ഗായതു. ഇവിടെ നിനക്ക് ഭയങ്കര അഹങ്കാരാണ്. ഒരു വേള നീ സ്രഷ്ടാവുണ്ടോ എന്ന് പോലും ചോദിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബിനെ നീ കളവാക്കുന്നു. തിരുവചനങ്ങളെ നീ പുച്ഛിക്കുന്നു. നീ അള്ളാഹുവിന്റെ കലാമിനെ കൊച്ചാക്കുന്നു. എല്ലാം ശരിയാ. പക്ഷേ നിനക്കൊരു ഘട്ടം വരാനുണ്ട്. അന്ന് ഈ പോക്കിരിത്തരമൊക്കെ അവസാനിക്കും. മരണത്തോടുകൂടെ നിന്റെ ഹുങ്ക അവസാനിച്ചു, നിന്റെ അഹങ്കാരം അവസാനിപ്പിച്ചു, നിന്റെ എല്ലാ തോന്നിവാസങ്ങളും ഇതാ മരണത്തോടുകൂടി അവസാനിച്ചു കേട്ടോ. യാ മനിൽ മൗതു ഗായതു. മരണം എല്ലാ അഹങ്കാരത്തിന്റെയും ഹുങ്കിന്റെയും തോന്നിവാസത്തിന്റെയും പര്യവസാനം കുറിക്കാൻ പോകുന്ന മനുഷ്യന്മാർ. റസൂലുള്ളാഹി തങ്ങൾ ഇത് പറയുമ്പോൾ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ഇരുന്നിങ്ങനെ ചിന്തിക്കാണ്. ശരിയാണ്, ഈ കാണുന്ന എല്ലാ പ്രൗഢികളും നഷ്ടപ്പെടുമല്ലോ. മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമ്മളാരാ? ഒന്നുമല്ലല്ലോ. 4 നാൾ കഴിഞ്ഞാൽ നമ്മുടെ കഥ പറയാനില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത വാക്കതിലേക്ക് ചേർക്കുന്നു. യാ മനിൽ മൗതു ഗായതു വയാ മനിൽ ഖബ്റു മൻസിലു വയാ മനിൽ ഖബ്റു മൻസിലു. ഖബർ വീടായി തെരഞ്ഞെടുത്ത് യാത്ര തിരിക്കുന്ന കൂട്ടുകാരാ, ഇന്ന് നിങ്ങൾ കിടന്നുറങ്ങുന്നത് ഒന്നാന്തരം അമ്പരച്ചുംബിയായ കൊട്ടാരത്തിലാ. രാജകീയ പ്രൗഢിയിലുള്ള സൗകര്യങ്ങളുള്ള വീട്ടിൽ ഓരോ റൂമിനും നിനക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. റൂമാന്തരം സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എത്ര സൗകര്യപൂർണമായ വീട്ടിലാ നീ കിടന്നുറങ്ങുന്നത്? അതാദ്യം ചിന്തിക്കണം. എന്നിട്ട് നബി തങ്ങളുടെ ഈ വിളിയിലേക്ക് വരണം. അപ്പോഴേ ഇത് മനസ്സിൽ തട്ടൂ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വളരെ സുന്ദരമാണ്. വെളിച്ചം വേണോ വെളിച്ചം കിട്ടും, കാറ്റ് വേണോ കാറ്റ് കിട്ടും, ഇരുട്ട് വേണോ ഇരുട്ടാക്കാനും കഴിയും. ഇത്തരത്തിലൊക്കെയുള്ള റൂമുകളാണ് നിങ്ങളുടെ റൂമുകൾ. എന്നാൽ ഇതാ നാളെ വരാറുള്ളത് 6 അടി ഖബറാണ്. എത്ര വലിയ കൊട്ടാരത്തിൽ ഉറങ്ങുന്ന രാജാവിനും വരാനുള്ളത് 6 അടി ഖബറാണ്. ആ ഖബറിൽ ചെന്ന് കിടന്നാൽ ഇരുട്ടോടിരുട്ട് കട്ട പിടിച്ച് കിടക്കുകയാണ്. അതാ നിങ്ങൾക്കൊരു മാർഗവും അവിടെ ഇല്ല. ഇരുട്ട് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുകയല്ലാതെ നിർവാഹമില്ല. യാ മനിൽ വയാ മനിൽ ഖബ്റു മൻസിലു. ഖബർ സ്വന്തം വീടായി യാത്ര തിരിക്കാനുള്ള കൂട്ടുകാരാ. അല്ലാഹുവിന്റെ ഹബീബ് അതാ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. വയാ മനിൽ കഫറു സിതുറു. ഇന്ന് നിങ്ങൾ ധരിച്ച മുണ്ട്, ഇന്ന് നിങ്ങൾ ധരിച്ച വസ്ത്രം
ഒരൊറ്റ ജോഡി ഒരു പാൻസും ഒരു ഷർട്ടും എന്റെ കൂട്ടുകാരൻ എടുത്തപ്പോഴേക്ക് 1000 രൂപയായല്ലേ? അല്ലെങ്കിൽ 2000, 3000 രൂപയുടെ സാരി ഉടുത്ത പെണ്ണ്, നല്ല നല്ല ഡ്രസ്സുകൾ ധരിച്ച പെണ്ണ് ആണ്. ശരിക്കോർക്കുക, ഈ 1000ങ്ങളുടെ 10000ങ്ങളുടെ ഡ്രസ്സുകളൊക്കെ നമുക്ക് അണിഞ്ഞൊരുങ്ങി നമുക്കിങ്ങനെ നടക്കാൻ കൂടുന്നത് എപ്പോഴാ? എന്റെ ആത്മാവ് എന്റെ ദേഹത്തിൽ സ്തുതി ചെയ്യുമ്പോൾ മാത്രം. എന്റെ ദേഹത്തിൽ നിന്ന് ദേഹി പിരിഞ്ഞാൽ പിന്നെ എനിക്കിതൊന്നുമില്ല. എത്ര വലിയ സമ്പന്നനാണെങ്കിലും അവനും കിട്ടുന്നത് 3 കണ്ടം കോറത്തുണി. വയാമനിൽ കഫനുസിത്രു. ലളിതങ്ങൾ വിളിക്കുന്നു, അടിപൊളി വസ്ത്രം ധരിച്ച് നടക്കുന്ന കൂട്ടുകാരെ, നാളെ കോറമുണ്ടാകുന്ന കഫംപുട സ്വന്തം ഡ്രസ്സായി യാത്ര തിരിക്കാനുള്ള കൂട്ടുകാരെ. വയാമനിൽ കഫനുസിത്രു, വയാമനിൽ കഫനുസിത്രു, വയാമനിത്തുറാബു വിസാദു. ഇന്ന് നീ കിടന്നുറങ്ങുന്ന റൂമിൽ നിനക്ക് നല്ല ബെഡ് തന്നെ വേണം, നല്ല തലയിണ തന്നെ വേണം. അതൊരു പക്ഷേ സ്പോൺസ് നീ സഹിച്ചില്ലെന്ന് വന്നേക്കാം. നല്ല ഉന്നത്തിന്റെ തലയിണയും ബെഡും തന്നെ വേണം. ഏറൊരു പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വന്നേക്കാം ഏർ തലയിണ. എന്നാ കേട്ടോ, നാളെ പരലോകത്ത് നിനക്ക് വരാനുള്ള തലയിണ ഏതാണെന്നറിയോ? വയാമനിത്തുറാബു വിസാദു. പച്ച മണ്ണ് തലയിണയായി വെച്ച് കിടന്നുറങ്ങേണ്ടവനെ, ഖബറിൽ നിനക്ക് വെച്ചു തരുന്ന തലയിണ പച്ചമണ്ണാണ്. നാളെ ഖബറിൽ നീ ചെന്ന് കിടന്നുറങ്ങുന്ന ബെഡ് പച്ചമണ്ണാണ്. വയാമനിത്തുറാബു വിസാദു. മണ്ണ് തലയിണയും ബെഡുമൊക്കെയായി യാത്ര തിരിക്കാനുള്ള കൂട്ടുകാരാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും തുടരുന്നു, വയാമനിദ്ദൂതു ജീറാനു, വയാമനിദ്ദൂതു ജീറാനു. അതാ ഇന്ന് നീ നിന്റെ അയൽപക്കത്തു ഒരുപാട് കൂട്ടുകാരുണ്ട് നിനക്ക്. എവിടെയെങ്കിലും ഒരു അപകടത്തിൽ വീണാൽ, ഒരു കുഴിയിൽ വീണാൽ, ഒരു ചെറിയ കിണറ്റിൽ നീ വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 4 ആളുടെ ആഴമുള്ള ഒരു കുഴിയിൽ നീ വീണ് കഴിഞ്ഞാൽ, നിന്നെ രക്ഷിക്കാൻ ഒന്ന് നിലവിളിച്ചാൽ അയൽപക്കത്ത് നിന്ന് 4-5 പേർ ഓടി വന്നു നിന്നെ രക്ഷിക്കാൻ ജോറായി അവർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. ഇറങ്ങി നിന്നെ രക്ഷിക്കുന്നു. നീ രക്ഷപ്പെട്ടു, നീ കരക്കെത്തി, സന്തോഷിച്ചു, അവർക്കൊക്കെ നന്ദി പറഞ്ഞുവല്ലേ. എന്നാ നാളെ ഖബറിലങ്ങ് വീണ് കഴിഞ്ഞാൽ കുഴിയിൽ പതിച്ചു കഴിഞ്ഞാൽ, കുഴിയിലേക്ക് വീണു കഴിഞ്ഞാൽ ഈ ഭൗതിക സാഹചര്യങ്ങളൊന്നും അവൻ ഉപകരിക്കില്ല എന്ന് പറഞ്ഞ ഖബറിലേക്ക് നീയങ്ങ് വീണാൽ, ആ ഖബറിൽ നീ നിലവിളിക്കുമ്പോൾ ഓടി വരാനുള്ള ആളുകൾ ആരാ? അയൽക്കാരാരാ? രാത്രിയുടെ ഇരുട്ടിൽ ആരോ വന്ന് ആക്രമിച്ചു ഒന്ന് നിലവിളിക്കുമ്പോഴേക്ക് 4 അയൽപക്കത്തു നിന്നും അതാ നല്ല നല്ല ആണുങ്ങൾ ഓടി വന്ന് നിന്നെ രക്ഷിക്കുന്നല്ലേ. എന്നാ നാളെ നിനക്ക് വരാനുള്ള കഥയോർക്ക്. ആ ഖബറിൽ കിടന്ന് പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത്, അതാ ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് നീ നിലവിളിച്ചാൽ ആരാ നിന്നെ രക്ഷിക്കാനുള്ളത്? നിനക്ക് അയൽക്കാരുണ്ടോ? ഇല്ല. വയാമനിദ്ദൂതു ജീറാനു. ഉണ്ടെങ്കിൽ ആ അയൽക്കാരാരാ? നിന്റെ ശരീരത്തിൽ തിളച്ചു മറിയുന്ന വലിയ കണ്ണും വായുമുള്ള ആ പുഴുക്കൾ മാത്രമാണ് മോനെ നിന്റെ അയൽക്കാർ. ഹബീബ്